ഹരേ കൃഷ്ണ, രാധേ രാധേ. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എപ്പോഴും ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് ഭഗവാൻ. സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് എല്ലാ ദേവന്മാരും ഭഗവാനാണ് എന്നാണ്. ഇന്ദ്രാദി ദേവന്മാര്, ആചാര്യന്മാര്, ഋഷികള്, ഇവരെയൊക്കെ ആ പദം കൊണ്ട് സംബോധന ചെയ്യുക എന്നുള്ളത് സനാതന ധർമ്മത്തിന്റെ ഒരു രീതിയാണ്. ഭഗവാൻ എന്ന് യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും സമഗ്രമായ രീതിയിൽ ഭഗവാൻ എന്ന ശബ്ദത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ തന്നെയാണ്. ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഗുരുവായൂരപ്പന്റെ അവതാരങ്ങളെ ഓരോന്നും സംക്ഷിപ്തമായിട്ട് ശുകദേവ ഗോസ്വാമി പറയുന്ന സമയത്ത് 24 ലീലാവതാരങ്ങളെ സംക്ഷേപിച്ച് പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയണത് ഏതേജാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ എന്ന് അസന്നിഗ്ധായിട്ട് സംശയാതീതമായിട്ട് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. സനാതന ധർമ്മത്തില് 33 കോടി ദേവന്മാരെ വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദങ്ങളിലും പല ദിക്കിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളാണ് അവരത്രയും പേര്. ഇവരാരും തന്നെ സർവേശ്വരന് തുല്യരായിട്ടുള്ള ആളുകളുമല്ല. കൃത്യമായി ഏകദൈവ വിശ്വാസം സനാതന ധർമ്മത്തിൽ തന്നെയുള്ളത്. ഇത് സനാതന ധർമ്മത്തിലുള്ള ആളുകൾക്ക് അറിയില്ല എന്ന് മാത്രമല്ല. എന്തുകൊണ്ട് അറിവില്ലാണ്ട് പോകുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ആരും തന്നെ ഋഷിമാര് പലതരത്തിൽ രചിച്ചതായിട്ടുള്ള ഗ്രന്ഥങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിനോ ഉൾക്കൊള്ളുന്നതിനോ അല്ലെങ്കിൽ അതിനെ അനുസന്ധാനം ചെയ്യുന്നതിനോ ആരും പുറപ്പെടാറില്ല. ഒന്നാമത് ആർക്കും സമയമില്ല, പിന്നെ കടൽ പോലെ പരന്ന് കിടക്കുന്നുണ്ട് ഈ ഗ്രന്ഥങ്ങൾ. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അറിയുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പുരുഷായുസ് കൊണ്ട് അത് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു തരാൻ സാമർഥ്യമുള്ള ആളുകളില്ല. സംസ്കൃത ഭാഷ പ്രായണ ആരും കൈകാര്യം ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ കുറച്ച് ആചാരങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത് അതിങ്ങനെ തലമുറയായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് അതും കുറഞ്ഞു വരുന്നുണ്ട്. പൂർണ്ണമായി അതിനെ അനുവർത്തിക്കുന്നു എന്ന് പറയുക വയ്യ. എന്തായാലും അപ്പോൾ ഈ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ആരും തന്നെ അവരെ നമ്മൾ ഭഗവാൻ എന്ന് അവരെ സംബോധന ചെയ്താലും അവരാരും തന്നെ ഭഗവാൻ എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളുകളല്ല. സനാതന ധർമ്മം ഏകദൈവ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ചിട്ടുള്ളതാണ്. അത് ആരായി ഏകദൈവം ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. അതാരാ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. എല്ലാ മതങ്ങളിലും ഈശ്വരനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ആരാ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അവർ കാണിച്ചു തരൂ, എന്താണ് രൂപം, എങ്ങനെയാണ്, എന്താണ് വൈശിഷ്ട്യങ്ങൾ, ഗുണങ്ങൾ മാത്രം പറയും. അവരും പറയും എന്താ ഒമ്നി പ്രസന്റ്, അല്ലെങ്കിൽ സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. ഇത് പറഞ്ഞത് ആരാ? ഇത് ഈ സർവ്വവ്യാപിയായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ആള് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഉത്തരവൊന്നുമില്ല. സനാതന ധർമ്മത്തിൽ പെടുന്ന കുറെ ആളുകളും ഈ ഈശ്വരന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുകയും ഈശ്വരന്റെ വ്യക്തിസത്തെ നിഷേധിക്കുന്ന ആളുകളുമാണ്. ഈ അവ്യക്തിഗതവാദികള് സനാതന ധർമ്മത്തിലുള്ളവരും ഇതര ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഇതര മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരും ഒരേ തലത്തിൽ തന്നെ നിൽക്കുന്നത്. കാരണം അവ്യക്തിഗതവാദികളാണ്. ഈശ്വരന്റെ പ്രതിപുരുഷന്മാരായിട്ട് കുറെ ആളുകൾ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യ സമൂഹത്തെ വേണ്ട രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളും നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറം ഈശ്വരന്റെ വ്യക്തിസത്തെ ഈശ്വരനെ കൃത്യമായി കാട്ടിത്തരുന്നതിന് മറ്റു മതങ്ങൾക്കും സാമർഥ്യമൊന്നുമില്ല. ഇന്നതാണ് എന്ന് അവർക്ക് വ്യക്തമായും ആ രൂപം അതൊന്നും പറയാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. സനാതന ധർമ്മത്തിലെ ആ ഭഗവാന്റെ വ്യക്തിസത്തയെ വളരെ മനോഹരമായിട്ട് ആരാണ് സർവേശ്വരൻ? ഈശ്വരന് വ്യക്തിത്വം ഇല്ലാത്ത ആളല്ല. കാരണം അത് നിങ്ങൾ ഭഗവത്ഗീത വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം ഭഗവത്ഗീത മാത്രം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. കാരണം ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം എന്ന് ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടുണ്ട്. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. ഏതാത്? ദേവകീ പുത്രഗീതം, ശ്രീമദ് ഭഗവത്ഗീത. അതുപോലെ തന്നെ പറയും ഗീത സുഗീത കർത്തവ്യ കിം അന്യൈ ശാസ്ത്ര വിസ്തരൈ. ഭഗവത്ഗീതയ്ക്ക് എന്താ വ്യത്യാസം? ഇപ്പൊ വേദങ്ങളായിക്കൊള്ളട്ടെ, വേദാന്തങ്ങളായിക്കൊള്ളട്ടെ,
പുരാണങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ഭഗവാനെ കുറിച്ചിട്ട് മറ്റുള്ളവർ പറയുന്നതാണ്. ഋഷിമാരും ആചാര്യന്മാരും ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. സനാതന ധർമ്മത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ പറയും ഭഗവത്ഗീത എഴുതിയത് വേദവ്യാസനാണ്. അല്ല, വ്യാസേണ ഗ്രഥിത. ശ്രീ ഗുരുവായൂരപ്പനാൽ അർജുനനോട് അരുളി ചെയ്തതായിട്ടുള്ള ഭഗവത്ഗീതയെ അദ്ദേഹം അതിൽ ചേർത്ത് വെക്കുകയേ ചെയ്തിട്ടുള്ളൂ. ശ്രീമദ് ഭഗവത്ഗീത അതാണ്, അത് ശങ്കരാചാര്യ അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ദേവകീപുത്ര ഗീതം, ദേവകീപുത്രനാൽ ശ്രീകൃഷ്ണനാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്, പറയപ്പെട്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത അതേ ഉള്ളൊരു ശാസ്ത്രം, ഏകം ശാസ്ത്രം. കാരണം എന്തുകൊണ്ടാ? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. അതവിടെയാണ് വ്യത്യാസം. ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനോട് തന്നെക്കുറിച്ചും ജീവരാശികളുടെ അവസ്ഥയും പ്രപഞ്ചത്തിന്റെ അവസ്ഥയും ഇതെല്ലാം എങ്ങനെ കൂടിയിണങ്ങി നിൽക്കുന്നു, എന്താണ് ആത്യന്തികമായ ജീവന്റെ ദൗത്യം അല്ലെങ്കിൽ ലക്ഷ്യം, ഇതെല്ലാം വളരെ സവിസ്തരം, വളരെ മനോഹരമായി, വളരെ ലളിതമായി പറഞ്ഞു വച്ചിട്ടുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയെങ്കിലും സനാതനധർമ്മത്തിൽപ്പെടുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബഹുദൈവ വിശ്വാസമാണ് സനാതനധർമ്മത്തിൽ നിന്നുള്ള ധാരണ തീർത്തും ഇല്ലാണ്ടാവും. കൃത്യമായി നമുക്ക് ആരാണ് ഈശ്വരൻ, ആരാണ് സർവേശ്വരൻ എന്നുള്ള കാര്യത്തിൽ അസന്നിഗ്ധമായ സംശയാതീതമായിട്ടുള്ള ഒരു ബോധം നമ്മിൽ ഉറയ്ക്കും. ഭഗവാൻ എന്നുള്ള ശബ്ദം കൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരപ്പനെ തന്നെയാണ്. അത് നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറയും. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാശ്രീരഖില വിദസി നത്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി എന്ന് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തില് ഈ പ്രഥമ സ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് ശ്രീല വ്യാസദേവൻ പറഞ്ഞതിനെ വളരെ മനോഹരമായിട്ട്, അത് ഒരു തരത്തിലും സംശയം വരാത്ത രീതിയിൽ അടിവരയിട്ട് മേൽപ്പത്തൊരു ഭംഗിയായിട്ട് ശ്രീമദ് നാരായണീയത്തില് 1-ാമത്തെ ദശകത്തിൽ തന്നെ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭഗവാൻ സർവാത്മാവാണ്, സർവാന്തര്യാമിയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ഇല്ലാത്തതായിട്ട് ഒരു ദിക്കുമില്ല. ശ്രീ ഗുരുവായൂരപ്പൻ സകല ചരാചരങ്ങളിലും, പുല്ലിലും പുഴുവിലും ബ്രഹ്മദേവനിലും മഹാദേവനിലും എല്ലാവരിലും സർവാത്മാവായിട്ട് വർത്തിക്കുന്ന ആള് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ശ്രീ ഗുരുവായൂരപ്പന്റെ വിസ്തരണങ്ങളും ശ്രീ ഗുരുവായൂരപ്പന്റെ അംശങ്ങളും ശ്രീ ഗുരുവായൂരപ്പന്റെ കലകളും മാത്രമാണ് സകല ലോകങ്ങളിലും, ആധ്യാത്മികങ്ങളും ഭൗതികങ്ങളുമായിട്ടുള്ള എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പന്റെ ആ മഹനീയമായ സാന്നിധ്യം ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാ തരത്തിലും സർവാത്മാവായിട്ടുള്ള ആള്, സർവേശ്വരനായിട്ടുള്ള ആള് ആരാ? അത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അവിടുന്ന് തന്നെയാണ് പരമദൈവതമായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ആള്. ആ ഭഗവാനെ തന്നെയാണ് ഇതര മതങ്ങളിലുള്ള ആളുകളും അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ വിളിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ തന്നെയാണ്. അത് അവരറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി, അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി. അപ്പൊ അവ്യക്തോപാസനയുണ്ട്, സുവ്യക്തമായിട്ടുള്ള ഉപാസനയുണ്ട്. അവ്യക്തത്തിന്റെ മാർഗം ദുഃഖം നിറഞ്ഞതാണ്. ഭഗവാനെ അങ്ങനെ തന്നെ ആശ്രയിക്കുന്നതാണ് പരമം എന്ന് 12-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന്റെ അടുത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അവ്യക്തോപാസനയല്ല പരമമായിട്ടുള്ളത്, ശ്രീകൃഷ്ണ ഭജനം അത് തന്നെയാണ്. മേൽപ്പത്തൂർ തന്നെ പറയും ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയതമം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യാദി 6 ഗുണങ്ങൾ പരിപൂർണമായും എന്ന് മാത്രമല്ല പരിപൂർണതമമായ രീതിയിൽ ഈ 6 ഗുണങ്ങൾ ആരിലാണോ പ്രകാശിക്കുന്നത് ആ ആളാണ് ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ എന്നാണ്. അതായത് ഇപ്പൊ ഈ ഐശ്വര്യാദി 6 ഗുണങ്ങള് ഒരാൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അയാളുടെ ചില തപോനിഷ്ഠകളെ കൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടോ പിന്നെയോ ഈശ്വര ഭജനം കൊണ്ട് വരപ്രസാദം എന്ന രീതിയിലും ഒക്കെ ഈ 6 ഗുണങ്ങളെ പരിമിതമായ അളവിലെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുള്ളൂ. അത് തന്നെയാണ് ഈ രാക്ഷസന്മാരായിട്ടുള്ള ആളുകൾ, അസുരന്മാരായിട്ടുള്ള ആളുകൾ, ഹിരണ്യകശിപു, രാവണൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ഈശ്വരനാകാനെന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, ഈശ്വരൻ്റെതായിട്ടുള്ള ഗുണങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തപസ് ചെയ്ത് വരം കൊണ്ട് അവര് ഈ ഗുണങ്ങളെയൊക്കെ പലതും ആർജിക്കാൻ ശ്രമിക്കുന്നത്. അത് കൂട്ടിച്ചേർക്കലാണ്. ഭഗവാന്റെ കാര്യത്തിൽ, ഗുരുവായൂരപ്പന്റെ കാര്യത്തിൽ അങ്ങനെ കൂട്ടിച്ചേർക്കലില്ല. കാരണം ഭഗവാൻ സ്വയം പരിപൂർണനാണ്. അങ്ങനെ തന്നെ എല്ലാ കാലത്തും ശാശ്വതമായും ഭഗവാൻ ഈ 6 ഗുണങ്ങളെ കൊണ്ടിട്ട് പരിപൂർണതമമായ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം.
ഭഗവാന് തപസ് ചെയ്തോ ഏതെങ്കിലും സാധനങ്ങളെയോ അനുഷ്ഠാനങ്ങളെ അനുവർത്തിച്ചോ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. ഭഗവാനിൽ നിന്നിട്ട് എപ്രകാരമാണോ സൂര്യനിൽ നിന്നിട്ട് പ്രകാശകിരണങ്ങൾ എമ്പാടും വിതരണം ചെയ്യപ്പെടുന്നത്, അതേപോലെ ശ്രീ ഗുരുവായൂരപ്പനിൽ നിന്നിട്ട് അനുസ്യൂതം അനർഗളം അപരിമേയമായി ഈ 6 ഗുണങ്ങൾ അങ്ങനെ തന്നെ പ്രവഹിക്കുന്നുണ്ട്. കാരണം ഭഗവാൻ അതിൻ്റെ പ്രഭവമാണ്. ഭഗവാനിൽ തന്നെയാണ് ഈ 6 ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്, ഐശ്വര്യാദി 6 ഗുണങ്ങൾ. അപ്പൊ ഭഗവാൻ എന്ന ശബ്ദം കൊണ്ട് നമ്മൾ ഇതര ദേവന്മാരെ, എല്ലാ ദേവന്മാരെയും ഭഗവാൻ ഭഗവാൻ എന്ന് വിളിക്കുന്നുവെങ്കിലും അത് ശരിയായൊരു സംബോധനയാണ് എന്ന് പറയുക വയ്യ. ഗുരുവായൂരപ്പനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഭഗവാൻ എന്നുള്ള ശബ്ദം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പന്റെ ഐശ്വര്യം ഏതരത്തിലുള്ളതാണ്? മേൽപ്പത്തിൽ പറയേണ്ടത് ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. മഹാദേവൻ തുടങ്ങിയിട്ടുള്ള സകല ദേവന്മാരിൽ ഏറ്റവും പ്രാമാണ്യമുള്ള ആളാണ് ആര്? സാക്ഷാൽ പാർവതി വല്ലഭനായിട്ടുള്ള മഹാദേവൻ. ആ മഹാദേവൻ തുടങ്ങിയിട്ടുള്ള സകല ദേവന്മാരെയും തന്റെ വരുതിക്ക് നിർത്തുന്നതാണ് ഗുരുവായൂരപ്പന്റെ ഐശ്വര്യം. അതായത് ഇവരെല്ലാ പേരും തന്നെ മഹാദേവൻ തുടങ്ങിയിട്ടുള്ള സകല ദേവന്മാരും ശ്രീ ഗുരുവായൂരപ്പന്റെ ശുൽക്കദാസന്മാരാണ് എന്നർത്ഥം. ഭഗവാൻ നൽകുന്നതായിട്ടുള്ള ഐശ്വര്യത്തെ അനുഭവിച്ചുകൊണ്ട് ഭഗവത് കൈങ്കര്യത്തെ നിർവഹിക്കുന്ന ആളുകളാണ്. സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ആള് ആരാണ്? ശ്രീ ഗുരുവായൂരപ്പനാണ്, കൃഷ്ണനാണ്. രണ്ടാമത്തെ ഗുണമാണ് വീര്യം. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം. വിശ്വത്തിന്റെ തേജസ്സിനെ ഹരിക്കാൻ പുറപ്പെടുന്നവരുടെ ആ വീര്യത്തെ നിമിഷാർത്ഥം കൊണ്ട് അനായാസേന ശമിപ്പിക്കാൻ തക്ക സാമർഥ്യമുള്ള ആളാണ്. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം. വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അതിവിമലമായിരിക്കുന്ന സംശുദ്ധമായിരിക്കുന്ന കീർത്തിയോട് കൂടിയിട്ടുള്ള ആള്. മൂന്നാമത്തെ ഗുണം യശസ്. അതെങ്ങനെയുള്ളതാ? വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. നിസ്പൃഹന്മാരാൽ ആഗ്രഹങ്ങളെ മറികടന്ന ആളുകൾ, നിവൃത്ത കാമന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ആരെയും പ്രകീർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ കൂടി അറിയാതെ കീർത്തിക്കും വിധം വിമലമായിട്ടുള്ള അതിമധുരമായിട്ടുള്ള കീർത്തിയോട് കൂടിയിട്ടുള്ള ആള്. ശുകദേവ ഗോസ്വാമി, ശ്രീല വ്യാസദേവൻ തുടങ്ങിയുള്ള ആളുകൾക്ക് പോലും ശ്രീ ഗുരുവായൂരപ്പനെ, വാൽമീകി തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൂടി ഗുരുവായൂരപ്പനെ പ്രകീർത്തിക്കാതിരിക്കാൻ പറ്റണില്ല. അത്ര കണ്ട് വിമലമാണ്, അത്ര കണ്ട് ആനന്ദത്തെ നൽകുന്നതാണ് ഭഗവാന്റെ കീർത്തി, യശസ്. വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാശ്രീ. ഭഗവാനിൽ തന്നെ സദൈവ. ശ്രീ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സാമാന്യം നമ്മൾ ഐശ്വര്യം എന്ന് കണക്കാക്കാറുണ്ട്. ശ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് സൗന്ദര്യം, മാധുര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമാനെ രാധാറാണി. അംഗാസംഗാ സദാശ്രീ. സദൈവ ഭഗവാൻ തന്നെ പറയും, ഗുരുവായൂരപ്പൻ തന്നെ പറയും, സർവാംഗ വ്യാപിനി രാധൈവ ആരാധ്യതേ മയ എന്ന് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിക്കില്. അപ്പൊ അംഗാസംഗാ സദാശ്രീ, തന്റെ അംഗോപാംഗങ്ങളിൽ സദാ നിറഞ്ഞു നിൽക്കുന്ന ആരാണ്? ആ മാധുര്യം, ശ്രീ. അങ്ങനെ ആ സൗന്ദര്യം, മാധുര്യത്തോട് കൂടിയിട്ടുള്ള ആള് അംഗാസംഗാ സദാശ്രീ. പിന്നെയോ അഖിലവിത്ത്, എല്ലാം അറിയുന്ന ആള്, സർവജ്ഞനായിട്ടുള്ള ആള്. അപ്പൊ സർവജ്ഞൻ നമ്മൾ കരുതും ഇന്ന ആള് സർവജ്ഞനാണ്, ആ ആള് സർവജ്ഞൻ. ഒരിക്കലുമല്ല. ആരും എവിടെ സർവജ്ഞപീഠം കയറാൻ പോയാലും സർവജ്ഞപീഠം കയറാൻ പറ്റത്തില്ല. ആ സിംഹാസനം അത് ഗുരുവായൂരപ്പന് മാത്രം ഉള്ളതാണ്. മനസ്സിലായില്ലേ? സർവജ്ഞപീഠം കയറി ഇപ്പൊ ആചാര്യസ്വാമികൾ തന്നെ, ശങ്കരാചാര്യസ്വാമികൾ തന്നെ സർവജ്ഞപീഠം, അത് ആനുഷംഗികമായി ഒരു പ്രതീകാത്മകമായിട്ടൊരു പ്രവേശം മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഗുരുവായൂരപ്പന്റെ തത്തുല്യമായ ഒരു അവസ്ഥയിലേക്ക് ആർക്കും എത്താൻ പറ്റില്ല. അപ്പൊ അതല്ലേ പറഞ്ഞത്, നിങ്ങൾ എത്ര പറഞ്ഞാലും ശരി, എത്ര സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ശരി, ശ്രീ ഗുരുവായൂരപ്പന് തുല്യം ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സർവജ്ഞനായിട്ട് സകല ചരാചരങ്ങളെയും, എല്ലാറ്റിനെയും, ഏതിനെയും, എവിടെയും, എന്തിനേയും, അത് ആധ്യാത്മിക ലോകങ്ങളിലുള്ള ആയിക്കൊള്ളട്ടെ, ഭൗതിക ലോകങ്ങളിലുള്ളതായിക്കൊള്ളട്ടെ, എല്ലാറ്റിനെയും എല്ലാ രീതിയിലും അതിന്റെ എല്ലാ അവസ്ഥകളിലും മനസ്സിലാകുന്ന ആള്, അറിയുന്ന ആള്, എന്തിനെ കുറിച്ചും അറിയുന്ന ആള്, സർവജ്ഞനായിട്ടുള്ള അഖിലവിത്ത് സി നക്വാപിതേ സംഘവാർത്ത. ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും എല്ലാറ്റിനും നാഥനാണ് എന്ന് വരില്ല. ഒന്നിനോട് സംഘമില്ലാത്ത ആള്. നക്വാപിതേ സംഘവാർത്ത. ഇങ്ങനെയുള്ള 6 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആള്. ഇത് സമഗ്രമായി ആരിലാണോ സമ്മേളിച്ചിട്ടുള്ളത് ആ ആള് തന്നെയാണ് ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആരും ഭഗവാൻ എന്നുള്ള സംജ്ഞ, അത് എത്രത്തോളം കൂട്ടിച്ചേർക്കാൻ പരിമിതമായ തോതിൽ മാത്രമേ ആർക്കും കൂട്ടിച്ചേർക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ പ്രഭവമായിട്ടുള്ളത് ആരിൽ നിന്നാണോ നിരന്തരം പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്, ആരാണോ ഇതിനാസ്പദമായിട്ട് ആധാരമായി 6 ഗുണങ്ങൾ
ഭഗവാൻ ഈ 6 ഗുണങ്ങളെ ആശ്രയിക്കലല്ല. ഭഗവാനെ ആശ്രയിച്ചിട്ട് അനർഗളം ഭഗവാനിൽ നിന്നിട്ട് ഭഗവാന്റെ ദിവ്യമായ ആ വ്യക്തി സത്തയിൽ നിന്നിട്ട് ഈ 6 ഗുണങ്ങള് അനുസ്യൂതം അനവരതം അങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐശ്വര്യാദി 6 ഗുണങ്ങൾക്ക് സമഗ്ര രൂപമായി അതിനാധാരമായി വർത്തിക്കുന്ന സർവേശ്വരനായിട്ടുള്ള ആള് തന്നെയാണ് ഭഗവാൻ. അത് വേറെ ആരുമല്ല, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അവിടുത്തെ കവിഞ്ഞ് ആരുമില്ല, അവിടത്തേക്ക് തുല്യരായിട്ടും ആരുമില്ല. അതുകൊണ്ട് സർവാത്മന സർവപ്രകാരേണ ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീചരണ കമലങ്ങളെ ആശ്രയിച്ചുകൊള്ളുക, ഭജിച്ചുകൊള്ളുക. രാധേ രാധേ.